നമ്മൾ ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു 101 വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിലൊരു 10 എണ്ണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു 10 എണ്ണം. കാരണം നമുക്കിപ്പോൾ നോമ്പാണ് വരുന്നത്. നോമ്പ് വരുന്നതിന് മുമ്പായി നോമ്പ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായി ഖുർആനിലെ നോമ്പും സുന്നത്തിലെ നോമ്പും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ നോമ്പും ഇസ്ലാം മതത്തിലെ നോമ്പും. ഇസ്ലാമിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം എന്താണ്? ഇസ്ലാം മതത്തിലെ വ്രതാനുഷ്ഠാനം എന്താണ് എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പം അതിനു മുമ്പായിട്ട് ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു 10 വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ 5 നേരം അറബി ഭാഷയിൽ അറബിയിലേക്ക് തിരിഞ്ഞ് ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തലാണ്. അറബിയിലേക്ക് തിരിഞ്ഞ് ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തലാണ്. നമുക്കറിയാം, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ വഞ്ചിച്ചും ഖുർആൻ ദുർബലപ്പെടുത്തിയും അമവി അറബികൾ ഉണ്ടാക്കിയ ഒരു മതമാണ്. നബിയുടെ മരണം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞപ്പോൾ അറേബ്യയിൽ അരങ്ങേറിയ കുറേ ദുരന്ത പരമ്പരകളുടെ ഭാഗമായിട്ടുണ്ടായതാണ് ഇന്നത്തെ ഇസ്ലാം മതം. മുഹമ്മദ് നബിയെ വഞ്ചിച്ചും ഖുർആൻ ദുർബലപ്പെടുത്തിയും അമവി അബ്ബാസി രാജാക്കന്മാരും പ്രത്യേകിച്ച് അബൂ ഹുറൈറയും മുആവിയയും ചേർന്നുണ്ടാക്കിയ മതമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഇസ്ലാം മതം. ഇതാണ് നമ്മൾ കഴിഞ്ഞ 50 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശേഖനൂർ മൗലവി കഴിഞ്ഞ 50 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സത്യമാണിത്. അപ്പോൾ ഇസ്ലാം എന്നാൽ കാരുണ്യവും സ്നേഹവും ഔദാര്യവും പ്രകടിപ്പിക്കലാണ്. ഇസ്ലാം മതം എന്നാൽ 5 നേരം അറബി ഭാഷയിൽ അറബിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കലാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഒരു ഉമ്മത്തായി കാണലാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനസ്സ് നന്നാക്കലാണ്. അതായത് അസൂയയും പകയും അഹങ്കാരവും പൊങ്ങച്ചവുമൊന്നുമില്ലാത്തൊരു മനസ്സ് വളർത്തിയെടുത്ത് മനസ്സ് നന്നാക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. അപ്പോൾ ഒരു നല്ല മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നാം കർമ്മം ചെയ്യാൻ തയ്യാറാവും. ഒരു നല്ല മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ, അസൂയയും പകയും അഹങ്കാരവും ഒന്നുമില്ലാത്തൊരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അപമാനിക്കാനോ ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ തോന്നില്ല. നമുക്ക് ഒരാളോട് പ്രണയമുണ്ടാകുമ്പോൾ, നാം ഒരാളെ പ്രണയിക്കുമ്പോൾ, നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ പ്രാണപ്രേയസിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ കാമുകിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആരാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ നമ്മൾ തയ്യാറാവും. കർമ്മം ചെയ്യാനുള്ള ത്വര വരുന്നത് പ്രണയം, സ്നേഹമെന്ന വികാരത്തിൽ നിന്നാണ്. അതേപോലെ കർമ്മം ചെയ്യണമെങ്കിൽ അറിവ് ആവശ്യമാണ്. അപ്പോൾ അറിവ് നേടാനും നാം നിർബന്ധിതരാകും. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ നിന്നാണ് എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉറവിടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ നിന്നാണ്. കാരണം ഒരു നല്ല ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങൾ പരിശോധിച്ചാലും ഈ ഗുണങ്ങളുടെ ആവർത്തനമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പറയുന്നുണ്ടെന്ന്. കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, അങ്ങനെ മാനവരാശി ഒരു കുടുംബമായി കാണണം. ഇങ്ങനെ 6 പാഠങ്ങളാണ് നമുക്ക് ഈ 6351 വചനങ്ങളെ നമുക്കിങ്ങനെ 6 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതുതന്നെ നമുക്ക് 10 കൽപ്പനകളായിട്ടും അവതരിപ്പിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, അലസനാവരുത്, അത്യാഗ്രഹിയാവരുത്, യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യരുത്, വിധിയിൽ വിശ്വസിക്കരുത്, മതഭ്രാന്തനാവരുത്, ജാതിമത ഗോത്രചിന്തകൾ, അമിതമായ ജാതിമത ഗോത്രചിന്തകൾ ഒഴിവാക്കണം, നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും പണയം വെക്കരുത്, ശാസ്ത്രവിരുദ്ധനാവരുത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഖുർആൻ എന്ന ഭരണഘടനയുടെ ഒരു പ്രതിനിധിയാവണം. അപ്പോൾ ഈ 6 കാര്യങ്ങൾ തന്നെ 10 കൽപ്പനകളായിട്ട് നമ്മൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഊഹങ്ങളെ പിൻപറ്റരുത്, കെട്ടുകഥകളെ പിൻപറ്റരുത്, സുമാർ വിശ്വാസങ്ങളെ പിൻപറ്റരുത് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് നല്ല ശുദ്ധമായ അറിവിനെ പിൻപറ്റുക എന്നതാണ്. ഇതിൻ്റെ പേരാണ് ശാസ്ത്രബോധം. നമ്മളെപ്പോഴും ചിന്തിക്കാൻ തയ്യാറായാൽ, നല്ല അറിവുകളെ പിൻപറ്റാൻ തയ്യാറായാൽ അതിൻ്റെ പേരാണ് ശാസ്ത്രബോധം. അപ്പോൾ അറിവിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് ഖുർആൻ്റെ ഒരു നിയമമാണ്.
അപ്പോൾ ഖുർആനിലെ ഈ എല്ലാ കൽപ്പനകളെയും നമുക്ക് ഒരൊറ്റ വാക്യമായിട്ട് പറയാം. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് തന്നെ 6 ധാർമ്മിക മൂല്യങ്ങളായിട്ട്, 6 ഈമാൻ കാര്യങ്ങളായിട്ട് പറയാം. അത് തന്നെ 10 കൽപ്പനകളായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ വരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരൊറ്റ വചനത്തിൽ നിന്നാണ്. ഇത് തന്നെയാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന ബൈബിൾ വചനത്തിൻ്റെ പൊരുൾ. ഇത് തന്നെയാണ്. ഇതേ തത്വം തന്നെയാണ് മാനിഷാദ എന്ന് പറയുന്ന ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആകത്തുകയായ മാനിഷാദ എന്ന് പറയുന്ന ആ വചനത്തിലുമുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സ് നന്നാക്കാനുള്ള പാഠങ്ങളാണ്. ഇപ്പോൾ ഖുർആനിലെ പ്രഥമവും പ്രധാനവുമായ പാഠം, നിങ്ങൾ അഹങ്കാരിയാവരുത്, നിങ്ങൾ ഒരു അഹങ്കാരിയാവരുത്, നിങ്ങൾ എപ്പോഴും കാരുണ്യവും സ്നേഹവും ഉള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകണമെന്നുള്ളതാണ്. അങ്ങനെ മനസ്സ് നന്നാക്കാനുള്ള പാഠങ്ങളാണ് എന്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ മനസ്സ് നന്നാക്കാനുള്ള ഈ പാഠങ്ങളൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഒരു ഇസ്ലാം കാര്യമായിട്ടോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായിട്ടോ നമ്മുടെ പള്ളി മദ്രസകളിൽ പഠിപ്പിക്കുന്നില്ല. ഖുർആനിലെ സലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ 6 ഈമാൻ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം പറ്റുമെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി വളർത്തിയെടുക്കുക. ഇതിൻ്റെ പേരാണ് സലാത്ത്. നമ്മൾ കൂടിയാലോചനയിലൂടെ കാര്യങ്ങളെല്ലാം കൂടിയാലോചനയിലൂടെ ചെയ്യണമെന്ന് ഖുർആൻ 2 സ്ഥലത്ത് ഖുർആനും നബിയും മാനവരാശിയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സ് നന്നാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി കഴിഞ്ഞാൽ, നമ്മളൊരു പൗരബോധമുള്ള വ്യക്തിയായി കഴിഞ്ഞാൽ, പൗരബോധവും സാമൂഹ്യബോധവുമുള്ള ഒരു ധർമ്മബോധമുള്ള വ്യക്തിയായി കഴിഞ്ഞാൽ, പിന്നെ ആ സമൂഹങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് കാര്യങ്ങളൊക്കെ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുക. അതാണ് ജനാധിപത്യം. ആ 2 സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങളൊക്കെ അവരവരുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നതാണ്. അവരുടെ കാര്യങ്ങളൊക്കെ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നതാണ് എന്ന് ഖുർആൻ 2 സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യമാണ് ഖുർആനും മുഹമ്മദ് നബിയും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇസ്ലാം എന്നാൽ ജനാധിപത്യമാണ്. ഇസ്ലാം മതം എന്നാൽ അതൊരു അറബി ഭാഷയിൽ അറബിസമാണ്. അത് അറബി ഭാഷയിൽ അറബിയിലേക്ക് തിരിഞ്ഞ് ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തലാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം.